വെൽക്കം ഗൈസ്. അങ്ങനെ ബിഗ് സ്ക്രീനിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നടികർ എന്ന് പറയുന്നത് ടൊവിനോ ഇന്ന് റിലീസ് ചെയ്ത പടത്തിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്, ഷോർട്ട് റിവ്യൂ ആണ്. പടം മൊത്തത്തിൽ ഡൗൺ ആണ്. പടം എബോവ് ആവറേജ് പോലും ഇല്ല. പടത്തിന് ഒരു ഒഴുക്കില്ല ഗൈസ്. എന്തായാലും നമ്മുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പടം വരുമ്പോൾ വളരെ ശോകം സെക്കൻഡ് ഹാഫാണ്. എബോവ് ആവറേജ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫ് നമുക്ക് നല്ലൊരു പ്രതീക്ഷ തന്നു. പടം നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരിക്കും. ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് എൻഡ് ചെയ്തത്. അതുപോലെ തന്നെ കളർഫുള്ളായിട്ട് ടൊവിനോ ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോയുടെ പല ലുക്ക് ഗെറ്റപ്പുകളൊക്കെ അടിപൊളിയായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ബാലു, അതുപോലെ സുരേഷ് കൃഷ്ണ, സൗബിൻ, അതുപോലെ തന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ മകനായിട്ടുള്ള ചന്തു, അവരൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അവരെയും തരക്കേടില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും പടം റൈറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. പടം നമുക്ക് ഇമോഷണലി ഒട്ടും കണക്ട് ചെയ്യാത്തൊരു പടമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ശരിക്കും ബിലോ ആവറേജ് ഒരു തരികിട മൂവി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഒട്ടും കണക്റ്റ് ആവാത്തൊരു ഇമോഷണലും ഒന്നും ഫീൽ ചെയ്യാത്തൊരു, എന്തിനോ വേണ്ടി എടുത്തൊരു ഫസ്റ്റ് ഹാഫ് അല്ല, എന്തിനോ വേണ്ടി എടുത്തൊരു സെക്കൻഡ് ഹാഫ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും ഗൈസ്. എന്തായാലും ഈ ഒരു പടം ഇനി മലയാള സിനിമയിൽ എത്രത്തോളം കളക്ഷൻ നേടും, അതുപോലെ തന്നെ എത്രത്തോളം ഹിറ്റാവും എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പടം മലയാളി ഫ്രം ഇന്ത്യയാണ്. എനിക്ക് തോന്നുന്നത് ആ ഒരു പടത്തിന് കളക്ഷനിൽ ഹൈപ്പ് ഉണ്ടാവാനാണ് സാധ്യത. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മുടെ പടത്തിൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 2.75 ആണ് ഗൈസ്.